ഗോവിന്ദ ഹരിഗോവിന്ദ. അക്കരെ കൊട്ടിയൂർ ആചാര പെരുമയിലേക്കുള്ള നമ്മുടെ വാഗ്മയ തീർത്ഥാടനം തുടരുകയാണ്. അക്കരെ കൊട്ടിയൂർ ആചാര പെരുമ എന്ന പേരിൽ നമ്മൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്റർ നിർവഹിച്ചത്. ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായം അനസ്യൂതം തുടരുന്ന യാഗോത്സവം എന്നാണ്. ഈ ഉത്സവം ഒരു ദിവസം ആരംഭിക്കുകയും ഒരു ദിവസം അവസാനിക്കുകയും ചെയ്യുകയല്ല, യഥാർത്ഥത്തിൽ ഒരു തുടർച്ചയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ വർഷത്തെ ഉത്സവ സമാപന വേള എന്ന് നാം നിരീക്ഷിക്കുന്ന ആ വേളയിൽ പൂർത്തിയാക്കാതെ മുഴുമിപ്പിക്കുന്ന ചടങ്ങുകൾ ഈ വർഷത്തെ ഉത്സവത്തിന്റെ സമാരംഭ വേളയിൽ തുടരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അനസ്യൂതം തുടരുന്ന ചടങ്ങുകളുടെ ഒരു പ്രയാണമാണ്, ഒരു പ്രവാഹമാണ് കൊട്ടിയൂർത്സവം എന്നതാണ്. ആചാര പെരുമയുടെ വൈശിഷ്ട്യത്തിലൂടെ പ്രാർത്ഥനാ നിർഭരരായി നമുക്ക് സഞ്ചരിക്കാം. നാളെയാണ് മുതിരേരി വാൾവരവ്, നാളെയാണ് ചോതിവിളക്ക് തെളിയുന്നത്. ഇടവമാസത്തിലെ ചോതിനാളായ നാളെയാണ് അക്കരെ സന്നിധിയിൽ നെയ്യാട്ടം. ഹരനുണർന്നാൽ പ്രധാനമായി തിരുസവിധത്തിൽ ആജ്യമെത്തിയിടണം. ആജ്യം നെയ്യ്. ആ നെയ്യഭിഷേകമാണ് സ്വയംഭൂവിൽ. അഷ്ടബന്ധം നീക്കി നാളം തുറന്നു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്നത് നെയ്യഭിഷേകമാണ്. ആ നെയ്യഭിഷേകത്തോടു കൂടിയിട്ട് പുരുഷന്മാർക്ക് അക്കരെ സന്നിധിയിൽ പ്രവേശിക്കാം. തുടർന്ന് പിറ്റേന്നാൾ രാത്രി ഭണ്ഡാരമെഴുന്നള്ളത്തോടുകൂടി അതിനുശേഷം സ്ത്രീ ഭക്തജനങ്ങൾക്കും അക്കരെ സന്നിധിയിൽ പ്രവേശിക്കാം. 30-ാം തീയതിയോട് കൂടിയിട്ട് തീർത്ഥാടക പ്രവാഹം ഈ കൊച്ചു ഗ്രാമത്തിലേക്ക്, കണ്ണൂർ ജില്ലയുടെ വയനാട് അതിർത്തിയിലുള്ള ഈ ചെറു ഗ്രാമത്തിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിലും കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്ഥാടകർ ഒഴുകിയെത്തുകയാണ്. തീർത്ഥാടക പ്രവാഹം ഈ കൊച്ചു ഗ്രാമത്തെ വീർപ്പ് മുട്ടിക്കുന്ന സമയത്ത് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ഗൗരവമായ വിഷയമുണ്ട്. ആ വിഷയത്തിൽ സംസ്ഥാന ഭരണകൂടം ഇടപെടണം എന്ന ആവശ്യം ഭക്തജന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ദേവസ്വം മിനിസ്റ്ററുടെയും ബഹുമാനപ്പെട്ട വൈദ്യുതി പരിസ്ഥിതി മിനിസ്റ്ററുടെയും നേതൃത്വത്തിൽ അവലോകന യോഗം ഉണ്ടായി. കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെ ഗൗരവകരമായിട്ടുള്ള നിലയിലാണ് ഈ വർഷത്തെ ഉത്സവത്തെ നിരീക്ഷിക്കേണ്ടത്. എല്ലാ ആളുകളും, എല്ലാ സംവിധാനങ്ങളും അത്യധികം ജാഗ്രതയോടെ ഉണർന്ന് നിലകൊള്ളേണ്ട ദിവസങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത്. ഈ സമയം ഭഗവത് അനുഗ്രഹത്തിനായി ഭക്തി നിർഭരമായ ചിന്തകളോടുകൂടി ആചാര പെരുമയുടെ വൈശിഷ്ട്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. എല്ലാവർക്കും കൊട്ടിയൂർ പെരുമാളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദ ഹരിഗോവിന്ദ.